മാർച്ച് മാസം പകുതി മുതൽ മെയ് പകുതി വരെയുള്ള ഈ 2 മാസക്കാലം തീർച്ചയായിട്ടും ചൂട് വളരെ കൂടുതലാണ് നിങ്ങൾ അനുഭവിക്കുന്നുണ്ടല്ലോ. റെക്കോർഡ് താപനിലയാണ് ഇപ്പൊ നമ്മൾ കേരളത്തിൽ അനുഭവിച്ചു വരുന്നത്. ഇത് എന്തുകൊണ്ടാണെന്നറിയോ? ഈ മാസങ്ങൾ നമ്മൾ വസന്ത ഋതുവിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വസന്ത ഋതുവില് ചൂട് കൂടുതലായിരിക്കും. ഈ സമയത്ത് നിങ്ങൾ നിത്യജീവിതത്തിൽ ചെയ്തു പോരുന്ന ചെയ്യാൻ സാധ്യതയുള്ള ചില തെറ്റിദ്ധാരണകൾ തിരുത്താൻ വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ. തീർച്ചയായിട്ടും ഉപകാരപ്പെടും. ചൂട് കൂടുമ്പോ നിങ്ങൾ ശരീരം തണുപ്പിക്കാനായിട്ട് ഒരുപാട് തണുപ്പുള്ള സംഗതികൾ ഉപയോഗിക്കാറില്ലേ? മധുര പലഹാരങ്ങൾ, പകൽ ഉറങ്ങുന്നത്, അതുപോലെ കൂൾ ഡ്രിങ്ക്സ്, ഐസ്ക്രീം, ഫ്രിഡ്ജിൽ വെച്ച വെള്ളം, ഇത് ധാരാളമായിട്ട് ഉപയോഗിക്കാറുണ്ട് ഈ ചൂടിന്ന് രക്ഷപ്പെടാൻ എന്നാണ് നിങ്ങൾ ധരിച്ചിരിക്കുന്നത്. പക്ഷെ ഇത് ശുദ്ധ അബദ്ധമാണ്. കാരണം എന്താണെന്നറിയോ? ഇതിന് മുമ്പത്തെ ഋതുവില് കഫം വർദ്ധിച്ചിട്ട് അത് ഈ ചൂട് കൂടുമ്പോ ആ കഫം വലിഞ്ഞ് നമ്മുടെ ശരീരത്തിൽ കഫദോഷം വർദ്ധിച്ചുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, രോഗാവസ്ഥകൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ ഈ കഫദോഷം തണുപ്പ് തട്ടിക്കഴിഞ്ഞാൽ കൂടും. അപ്പൊ നിങ്ങൾ ഈ തണുപ്പുള്ള ഭക്ഷണങ്ങളും തണുപ്പുള്ള ആഹാരങ്ങൾ, തണുപ്പുള്ള വെള്ളം, തണുത്ത വെള്ളം മാത്രം കുടിക്കുക, ഐസ്ക്രീമും കൂൾ ഡ്രിങ്ക്സും ഒക്കെ ധാരാളമായിട്ട് കുടിക്കുക. ഇത് കഫദോഷം വർദ്ധിക്കും. അപ്പൊ അതുകൊണ്ട് കഫസംബന്ധമായ രോഗങ്ങൾ ഇനി ഒന്നൊന്നായിട്ട് വരാനിരിക്കുകയാണ്. ഓൾറെഡി കഫസംബന്ധമായ ബുദ്ധിമുട്ടുകൾ, ചുമയും കഫക്കെട്ടും ആസ്മയും ഇത്തരം പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണെങ്കിൽ അവർക്കെല്ലാം ഇപ്പൊ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടാവില്ലേ? ഈ തണുപ്പ് തട്ടിക്കഴിഞ്ഞാൽ കൂടുതലാവും ഈ രോഗാവസ്ഥ. ഇത് വസന്ത ഋതു ആയതുകൊണ്ടാണ്. അപ്പൊ ഈ വസന്ത ഋതുവില് നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതായത് മധുര പലഹാരങ്ങൾ, മധുര രസം തന്നെ കഫത്തെ വർദ്ധിപ്പിക്കുന്ന. അപ്പൊ അതുകൊണ്ട് മധുര പലഹാരങ്ങൾ ഒഴിവാക്കുക, മധുര രസം ഒഴിവാക്കുക, പറ്റുമെങ്കിൽ പഞ്ചസാര പോലും ഒഴിവാക്കിയാൽ നല്ലതാണ്. ഓക്കെ, ആർട്ടിഫിഷ്യൽ ഷുഗർ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക ഈ കാലഘട്ടത്തിലെങ്കിലും പ്രത്യേകിച്ച്. അതുപോലെ എല്ലാ മധുരം കലർന്നിട്ടുള്ള എല്ലാ ബേക്കറി സാധനങ്ങളും, കാർബണേറ്റഡ് ഡ്രിങ്ക്സും നിങ്ങൾ ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ശീതള പാനീയങ്ങളും, ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച എല്ലാ സംഗതികളും പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. കാരണം തണുപ്പ് തട്ടിയാലും മധുരം ചെന്നാലും കഫദോഷം വർദ്ധിക്കും, കഫസംബന്ധമായ രോഗാവസ്ഥകൾ പിടിപെടും. ഈ കാലാവസ്ഥയിൽ കഫസംബന്ധമായ രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ എളുപ്പം മാറൂല, വളരെ കാലം നീണ്ടു നിൽക്കാനായിട്ടും സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അടുത്തതായിട്ട് പകൽ ഉറങ്ങിക്കഴിഞ്ഞാൽ, പകൽ ഉറങ്ങാതിരിക്കുക. പകൽ ഉറങ്ങിക്കഴിഞ്ഞാൽ കഫദോഷം വർദ്ധിക്കാനായിട്ട് സാധ്യതയുണ്ട്. ചൂട് കൂടുതലാണ്, അതുകൊണ്ട് രാത്രിയിൽ ഉറക്കം തടസ്സാവുന്നുണ്ടാവാം. അതുകൊണ്ട് തന്നെ പകല് മയങ്ങാനുള്ള ഒരു പ്രവണത നിങ്ങൾ കാണിക്കുന്നുണ്ടാവാം. പക്ഷെ പകൽ ഉറങ്ങിക്കഴിഞ്ഞാൽ രാത്രിയിൽ ഉറക്കം നഷ്ടപ്പെടും. അപ്പോൾ പകൽ ഉറങ്ങുന്നത് ശീലമാക്കും. പകൽ ഉറങ്ങുന്നതിന്റെ ദൈർഘ്യം കൂട്ടി കൊണ്ടുവരും. അത് കഫസംബന്ധമായ രോഗങ്ങൾ വർദ്ധിക്കാനായിട്ട് ഇടവരും. അപ്പൊ അതുകൊണ്ട് കഫം വർദ്ധിക്കുന്നുള്ളത് കൊണ്ട് നമുക്ക് ദഹനശക്തി കുറവായിരിക്കും. ഈ സമയത്തെല്ലാം വിശപ്പ് കുറവായിരിക്കും പൊതുവെ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ദഹിക്കാൻ പ്രയാസമുള്ള, ഒത്തിരി ഹെവി ആയിട്ടുള്ള, നാരുകൾ തീരെയില്ലാത്ത, പ്രത്യേകിച്ച് പൊറോട്ടയും ഫ്രൈഡ് റൈസും എണ്ണ പലഹാരങ്ങളും ഇതൊക്കെ കഴിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഈ കഫദോഷം വർദ്ധിച്ചിരിക്കുന്ന ഒരു കാലാവസ്ഥ പ്രകൃതമായതുകൊണ്ട്, ദഹനശക്തി കുറവായിരിക്കുന്നതുകൊണ്ട് നിങ്ങൾ വീണ്ടും ദഹിക്കാൻ പ്രയാസമുള്ള സംഗതികൾ കഴിച്ചു കഴിഞ്ഞാൽ അത് ദഹനക്കേടും ദഹനത്തകരാറും കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളും കൂടി വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് കഴിക്കുന്ന ആഹാരങ്ങളെല്ലാം തന്നെ എളുപ്പം ദഹിക്കുന്നതായിരിക്കണം, നന്നായിട്ട് പാചകം ചെയ്തതായിരിക്കണം. ഈ വക എണ്ണപ്പലഹാരങ്ങളും മധുര പലഹാരങ്ങളും ദഹിക്കാൻ പ്രയാസമുള്ളതും നാരുകളില്ലാത്തതും ഒഴിവാക്കണം എന്നർത്ഥം. ഭക്ഷണത്തിനായിട്ട് ഈ സമയത്ത് ആചാര്യന്മാർ നിർദ്ദേശിച്ചിട്ടുള്ളത് യവധാന്യവും ഗോതമ്പും ഒക്കെയാണ് കൂടുതലായിട്ട്. ഗോതമ്പ് കൊണ്ട് കഞ്ഞി വെച്ച് കഴിക്കാം, ഗോതമ്പ് ചോറ് കഴിക്കാം, അതല്ലെങ്കിൽ ഗോതമ്പ് ദോശയോ ചപ്പാത്തി ഉണ്ടാക്കി കഴിക്കാം. അതുപോലെ യവം കഞ്ഞി വെച്ച് കഴിക്കുന്നവരുണ്ട്. തടി കുറയാനൊക്കെ സഹായിക്കും. ധാരാളം നാരുകൾ അടങ്ങിയിട്ടുള്ള സംഗതിയാണ്. ഇത്തിരി പഴക്കം ചെന്ന യവവും പഴക്കം ചെന്ന ഗോതമ്പും ആണെങ്കിൽ വിശേഷമായി. അത് തന്നെയാണ് ആചാര്യന്മാർ വ്യക്തമായിട്ട് എടുത്ത് പറഞ്ഞിട്ടുള്ളത്. പഴയ യവാന്നം, പഴയ ഗോതമ്പ് ഒക്കെ ഉപയോഗിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം അത് ലഘുവായിരിക്കും, എളുപ്പം ദഹിക്കുന്നതായിരിക്കും. ഭക്ഷണ സംഗതികൾ തയ്യാറാക്കുമ്പോൾ ഗോതമ്പോ യവോ ഉപയോഗിച്ച് തയ്യാറാക്കിയാൽ നന്നായി നടത്തും. അതുപോലെ ഈ കാലാവസ്ഥയിൽ വ്യായാമം, അഭ്യംഗം, തേച്ച് തിരുമ്മല്, ചവിട്ടി തിരുമ്പ് ഇതൊക്കെ ആവാന്ന് പറയുന്നുണ്ട്. എക്സസൈസ് ഒക്കെ ചെയ്യാം, വ്യായാമം ഒക്കെ ചെയ്യാം മിതമായിട്ട് എന്ന് പറയുന്നുണ്ട്. കാരണം അതൊക്കെ ഈ കഫത്തിനെ ക്ഷയിപ്പിക്കുന്നതിന് സഹായകരമാവും. അതുകൊണ്ടാണ് വ്യായാമം, അഭ്യംഗം, ചവിട്ടിത്തിരുമ്പ് ഇത്തരം സംഗതികളൊക്കെ ചെയ്യാന്ന് പറയുന്നത്. ഇനി നോൺ വെജിറ്റേറിയൻസിന് മാംസം കഴിച്ചേ പറ്റൂ എന്നുള്ളവരുണ്ട്. മത്സ്യമാംസാദികൾ കഴിക്കുമ്പോൾ ഈ സമയത്ത് എളുപ്പം ദഹിക്കുന്ന, അതായത് പക്ഷികളുടെയൊക്കെ, കാടപ്പക്ഷിയുടെ മാംസമൊക്കെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതും ഗ്രില്ല് ചെയ്ത് കഴിക്കുക. ചുട്ടെടുത്ത് കഴിക്കണം എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. ചുട്ടെടുത്ത ജാങ്കല മാംസം, അതായത് ജാങ്കലം എന്ന് പറഞ്ഞ വാദം വർദ്ധിപ്പിക്കുന്നത്, രൂക്ഷത ഉണ്ടാക്കുന്നത്, എളുപ്പം ദഹിക്കുന്നത്, ലൈറ്റ് ആയിട്ടുള്ള ലഘുവായിട്ടുള്ള ഭക്ഷണങ്ങൾ നടത്താം. അത് പക്ഷികളുടേതാണ്. പക്ഷികൾ എന്ന് പറയുമ്പോൾ കാടപ്പക്ഷിയൊക്കെയാണ് ഏറ്റവും ലഘുവായിട്ടുള്ളത്. ഓക്കെ, കോഴിമാംസം കഴിക്കാം, പക്ഷെ അത് കഫപ്രകൃതിക്കാർക്ക് മാത്രം. ചൂട് കൂടുതലാണ്. അപ്പോ പിത്തസംബന്ധമായ രോഗാവസ്ഥകൾ, പ്രത്യേകിച്ച് പൈൽസ് പോലുള്ള രോഗാവസ്ഥകൾ ഉള്ളവരൊക്കെ, അല്ലെങ്കിൽ ശരീരത്തിൽ ചൂട് കൂടി രക്തധാതു ദുഷ്ടിച്ച് അതുപോലെ പിത്തദോഷം വർദ്ധിച്ച് അതുമായി ബന്ധപ്പെട്ടുള്ള ത്വക്ക് രോഗങ്ങളും രക്തവാദം അതുപോലെ രോഗാവസ്ഥകൾ ഉള്ളവരാണെങ്കിൽ കോഴിമാംസം ഒഴിവാക്കുന്നത് തീർച്ചയായിട്ടും നല്ലതായിരിക്കും. കോഴിമുട്ട ഒഴിവാക്കുന്നതായിരിക്കും. അവർക്ക് വല്ലപ്പോഴും നിർബന്ധമാണെങ്കിൽ പക്ഷികളുടെ, അതായത് കാടപ്പക്ഷിയുടെ ഒക്കെ മാംസം ചുട്ടെടുത്ത് ഗ്രില്ല് ചെയ്ത് കഴിക്കാന്നർത്ഥം. ഓക്കെ, അതുപോലെ ഫിഷ് കഴിക്കേണ്ടി വരികയാണെങ്കിൽ ഗ്രില്ല് ചെയ്ത് കഴിക്കുക, എണ്ണയിൽ വറുത്ത് കഴിക്കാതിരിക്കുക. അതും ആചാര്യന്മാര് ഉദ്ദേശിച്ചിട്ടുണ്ട്. അതായത് എണ്ണയുടെ ഉപയോഗം പരമാവധി ഒഴിവാക്കുക. കൊഴുപ്പടങ്ങിയ ആഹാരങ്ങളാണ് കഴിക്കുന്നത്. കൊഴുപ്പ് കൂടുന്തോറും കഫം വർദ്ധിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ദഹനശക്തി കുറവുള്ള സമയമാണ്. അപ്പൊ ആ സമയത്ത് കൂടുതൽ ഹെവി ആയിട്ടുള്ള സംഗതികൾ പരമാവധി ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക. കഴിച്ചേ പറ്റൂ എന്നുള്ളവരാണെങ്കിൽ ഇങ്ങനെ എളുപ്പം ദഹിക്കുന്ന രൂപത്തിൽ മത്സ്യങ്ങളോ പക്ഷികളുടെ മാംസോ ചുട്ടെടുത്ത് ഗ്രില്ല് ചെയ്ത് കഴിക്കാന്നർത്ഥം. അതുപോലെ തന്നെ ഈ സമയത്ത് നിങ്ങളോട് തണുത്ത വെള്ളം കുടിക്കരുത്, ഫ്രിഡ്ജിലെ വെള്ളം കുടിക്കരുത് എന്ന് പറഞ്ഞിരുന്നു. കാരണം കഫം വർദ്ധിച്ച് ദഹനത്തകരാർ ഉണ്ടാവാതിരിക്കാനും കഫദോഷം വർദ്ധിച്ച് കഫസംബന്ധമായ രോഗാവസ്ഥകൾ വരാതിരിക്കുന്നതിനും കൂടി വേണ്ടിയാണ്. അപ്പോൾ ഈ
സമയത്ത് കുടിക്കാനായിട്ടുള്ള വെള്ളം നമുക്ക് ചുക്കിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കാം. അതാണ് ഏറ്റവും ശ്രേഷ്ഠം. കാരണം അതിന് അഗ്നിദീപ്തി ഉണ്ടാക്കുന്നതിനുള്ള കഴിവുണ്ട്, അതുപോലെ ശരീരത്തിന് സ്നിഗ്ധത ഉണ്ടാക്കുന്നതിനുള്ള കഴിവുണ്ട്, ദഹനശക്തി വർദ്ധിപ്പിക്കുന്നു. ഇതിനെല്ലാം ഉപകാരപ്പെടുന്നുള്ളതുകൊണ്ട് ചുക്കിട്ട് തിളപ്പിച്ച വെള്ളമാണ് ഏറ്റവും ശ്രേഷ്ഠം. ഇനി അതല്ലെങ്കിൽ മുത്തങ്ങയ്ക്കും ഇതേ ഗുണം തന്നെയാണ്. മുത്തങ്ങ പാചന സ്വഭാവമുള്ളതാണ്, ദഹിപ്പിക്കാൻ കഴിവുള്ളതാണ്, അഗ്നിദീപ്തി ഉണ്ടാക്കുന്നതിന് കഴിവുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് മുത്തങ്ങ ചതച്ചിട്ട്, മുത്തങ്ങ അങ്ങാടി വരുന്ന കടകളിൽ വാങ്ങിക്കാൻ കിട്ടും. സൈപ്രസ് റൊട്ടുണ്ടസ് എന്നാണ് ബൊട്ടാനിക്കൽ നെയിം, മുസ്ത എന്നാണ് സംസ്കൃതം പേര്. മുത്തങ്ങ അങ്ങാടി വരുന്ന കടകളിൽ വാങ്ങിക്കാൻ കിട്ടും. ഇതൊരു 3-4 ചതച്ചിട്ട് ഒരു കലം വെള്ളം തിളപ്പിക്കുക, അത് അരിച്ചെടുത്ത് വെച്ചിട്ട് ആ വെള്ളം കുറച്ച് പലവട്ടമായിട്ട് കുടിക്കാം. ഇനി പ്രമേഹ രോഗമോ അതിസ്ഥൗല്യം അമിത ശരീരഭാരം ഉള്ളവരാണെങ്കിൽ വേങ്ങാക്കാതിൽ അങ്ങാടി മരുന്ന് കടകളിൽ വാങ്ങിക്കാൻ കിട്ടും. അത് ആ ചീളുകൾ ചെറുങ്ങനെ ചതച്ചിട്ടിട്ട് ഒരു 10-15 ഗ്രാം ഒരു 2 ലിറ്റർ വെള്ളത്തിൽ ഒരു 15-20 മിനിറ്റ് നന്നായിട്ട് തിളപ്പിക്കുക. അത് കഴിഞ്ഞാൽ ആ ചണ്ടി അരിച്ച് മാറ്റുക. ഈ 2 ലിറ്റർ വെള്ളം ഒരു ദിവസം കൊണ്ട് പലവട്ടമായിട്ട് കുടിച്ചു തീർക്കുക. ഈ വേങ്ങാക്കാതിലിട്ട് വെന്ത വെള്ളം പ്രമേഹ രോഗികൾക്കും അമിത ശരീരഭാരം ഉള്ളവർക്കും നന്നായിരിക്കും. കുട്ടികളെ സംബന്ധിച്ച് മുത്തങ്ങ ഇട്ട് തിളപ്പിച്ച വെള്ളമായിരിക്കും കൂടുതൽ ശ്രേഷ്ഠം. വലിയവർക്ക് ചുക്കിട്ട് തിളപ്പിച്ച വെള്ളവും കഴിക്കാം. ഇനി അതുപോലെ അമിത ശരീരഭാരം ഉള്ളവരും മധുരരസം ഉണ്ടാവണം നിർബന്ധമുള്ളവരാണ്. ഇനിയിപ്പോ വേങ്ങാക്കാതലിന്റെയും ചുക്കിന്റെയും മുത്തങ്ങയുടെയും ഒന്നും രുചി ഇഷ്ടപ്പെടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിളപ്പിച്ച ആറിയ വെള്ളം, ചൂടുവെള്ളം പാടില്ല, അതിലേക്ക് തേൻ ചേർത്തിട്ട് കഴിക്കാവുന്നതാണ്. ഫ്രിഡ്ജിൽ വെക്കരുത്, റൂം ടെമ്പറേച്ചറിൽ. ഓക്കെ, ചൂടുള്ള വെള്ളത്തിൽ തേൻ ചേർക്കരുത്, അത് നിഷിദ്ധാണ്, വിധിച്ചിട്ടില്ല. അതുപോലെ ശരീരം ചൂട് പിടിച്ചിരിക്കുമ്പോഴും തേൻ കഴിക്കരുത്. തേൻ ചേർത്ത വെള്ളമോ മുത്തങ്ങയിട്ട് വെന്ത വെള്ളമോ ചുക്കിട്ട് തിളപ്പിച്ച വെള്ളമോ വേങ്ങാക്കാതിലിട്ട് തിളപ്പിച്ച വെള്ളമോ ഈ സമയത്ത് പാനജലമായിട്ട് കുടിക്കാവുന്നതാണെന്ന് ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ വസന്ത ഋതുചര്യയില്, അഷ്ടാംഗ ഹൃദയം ഋതുചര്യയില് ആചാര്യന്മാർ പറഞ്ഞു വെച്ചിട്ടുള്ളതാണ്. ഈ പറഞ്ഞ വിദ്യകളെല്ലാം എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വീഡിയോ ആണ്. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഓർമ്മിപ്പിക്കുന്നു. ഞാൻ ഡോക്ടർ സേവ്യർ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ആദ്യം ആയുർവേദം.